ഹലോ ഗായ്സ്, ഞാനും അച്ഛനും കൂടിയിട്ട് നമ്മുടെ ജോർജ് ഏട്ടൻസ് രാഗം തിയേറ്ററിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന മൂവി തുടരും കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും നല്ല റിവ്യൂ ആണ്, ലാലേട്ടൻ്റെ തിരിച്ചുവരവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് കാണട്ടെ. ഞങ്ങളങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ടു വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ്. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് വന്ന് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫില്ലായിട്ട് തുടങ്ങുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 3:30ക്കാണ് ഇറങ്ങിയത്. ഇവിടെ ഒരു കറക്റ്റ് 3:45 തന്നെ ഞങ്ങൾ എത്തി. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലേക്ക് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആകെ ഒരു 15 മിനിറ്റാണ് വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പോസ്റ്റർ, തുടരും മൂവിയുടെ ഈ ഒരു പോസ്റ്റർ എനിക്ക് അവരുടെ ഫാമിലി പോസ്റ്ററാണ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള തിയേറ്ററിൻ്റെ ഉൾഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കർട്ടൻ റൈസിങ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ തന്നെ സിനിമാ തിയേറ്ററിൽ ആദ്യമായിട്ട് കർട്ടൻ റൈസിങ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ജോർജ് ഏട്ടൻസ് രാഗം തിയേറ്ററിലാണ്. അപ്പോൾ അതൊരു സൂപ്പറാണ് കേട്ടോ. കറക്റ്റ് 4 മണി ടൈമിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാലാണ് ആ ഒരു കർട്ടൻ റൈസിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇൻ്റർവെല്ലിൽ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ബാൽക്കണിയാണ് കേട്ടോ, ബാൽക്കണിയിലേക്കുള്ള വഴിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ ലിഫ്റ്റ് അല്ലാണ്ട് നമുക്ക് ഈ ഒരു വളഞ്ഞുള്ളൊരു കോണി, അത് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു സ്പോഞ്ചോ എന്തോ നല്ല സോഫ്റ്റ് ഉള്ള ചവിട്ടുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതാ ആ ഒരു ഭാഗത്തുള്ളത് നമ്മുടെ ജെൻസിനുള്ള ടോയ്ലറ്റാണ്. ആ ഒരു അറ്റത്തായിട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ വരുന്നത്. അതേപോലെ തന്നെ നമുക്കതാ ഫുഡ് കോർട്ട് അല്ലെങ്കിൽ എന്താ സ്നാക്സ് കോർട്ട് ഇവിടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ലേഡീസിൻ്റെ ആ ഒരു ഭാഗത്ത് റൈറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ലേഡീസ് ടോയ്ലറ്റ് വരുന്നത്. ഷോ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാരുടെ തിരക്കായിരുന്നു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർ മൂവി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൂവി റിവ്യൂ പോലെ തന്നെ സൂപ്പർ മൂവിയാണ്. ഒരേ പൊളിയാണ് നമ്മുടെ തുടരും മൂവി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് ഫാമിലീനെ നമ്മൾ സിനിമ കാണിക്കാനായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാനുള്ള വകയുണ്ട് നമ്മുടെ ഈ ഒരു മൂവി. എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു മൂവി കാണുക. നമ്മുടെ വീട്ടിലുള്ള അച്ഛനെയും അമ്മേനെയും അമ്മൂമ്മേനെയും അച്ഛനൊക്കെ ഈ ഒരു മൂവി കാണിക്കുക. അത് അച്ഛൻ സ്കൂട്ടർ എടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. സോ വീണ്ടും പൊള്ളിപ്പടം.